ഇന്ന് ആഗമന ധ്യാനത്തിൻ്റെ 11-ാം നാൾ. ഒരു രോഗിയായിരിക്കുക എന്നത് നാം ആരും ആഗ്രഹിക്കുന്ന കാര്യമല്ല. എന്നാലോ രോഗമെന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഏത് രോഗാവസ്ഥയെയും ജയത്തോടെ നിൽക്കുവാൻ നമുക്ക് ബലം നൽകുന്നത് രോഗികളുടെ നല്ല വൈദ്യനായ യേശു നമ്മുടെ ഉള്ളിലുണ്ട് എന്ന തിരിച്ചറിവ്. അതെ, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം ഉറപ്പാണ്. സൗഖ്യദായകനായ യേശു ക്രിസ്തുവിനെ നമുക്ക് ധ്യാനിക്കാം. വചന ധ്യാനത്തിനായിട്ട് ശ്രീമതി റീന ബിജുവിനെയും വചന വായനയ്ക്കായി ശ്രീമതി അനു മൈക്കിളിനെയും സ്വാഗതം ചെയ്യും. ഇന്നത്തെ മോർണിംഗ് ഡിവോഷനായിട്ട് നൽകപ്പെട്ട വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 1 മുതൽ 5 വരെ. യെശയ്യാ ചാപ്റ്റർ 53 വേഴ്സസ് 1 to 5. യെശയ്യാ 53 1 മുതൽ 5 വരെ. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്തു നിന്ന് വേർമുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വം ഇല്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവും ഇല്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ക്ഷീണിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ആഗമന ദിനങ്ങളിലെ ധ്യാനത്തിൻ്റെ ഇന്നത്തെ ദിവസത്തെ ചിന്താവിഷയം, ഹി ഈസ് ദ ഓൺലി പെർഫെക്റ്റ് ഹീലർ. യേശു മാത്രം സമ്പൂർണ്ണ സൗഖ്യദായകൻ. സമ്പൂർണ്ണ സൗഖ്യദായകൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സൗഖ്യദായകനാണ് യേശു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിനാധാരമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 5-ാം വാക്യം. വേദപുസ്തകത്തിലെ ചില പുസ്തകങ്ങളുടെയോ അധ്യായങ്ങളുടെയോ ഒക്കെ താക്കോൽ വാക്യം എന്ന് പറയുന്നത് പോലെ വേദപുസ്തകത്തിൻ്റെ തന്നെ താക്കോൽ അധ്യായമെന്ന് യെശയ്യാവ് 53-ാം അധ്യായത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇറ്റ്സ് ദ കീ വിച്ച് അൺലോക്സ് ദ ഹോൾ സ്റ്റോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ മുഴുവൻ ചരിത്രവും ഇതിൽ തുറന്ന് കാട്ടിത്തരുന്നു. ഇറ്റ്സ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് വാട്ട് ജീസസ് വുഡ് ഗോ ത്രൂ ഇൻ ഓൾ ഹിസ് ലൈഫ് മെനി സെഞ്ചുറീസ് ബിഫോർ ഹിസ് ക്രൂസിഫിക്ഷൻ. പല പ്രവചനങ്ങളും വളരെ നിഗൂഢമായിരിക്കുമ്പോൾ ഇതിൽ വളരെ വ്യക്തമായി രക്ഷകനെ കാട്ടിത്തരുന്നു. യെശയ്യാവ് 53-ന്റെ 5-ാം വാക്യം, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ആദാമ്യ പാപം നിമിത്തം മരണം ലോകത്തിൽ വന്നു. നാം പാപികളാണെന്ന് ദൈവവചനം നിസ്സംശയം നമ്മെ മനസ്സിലാക്കി തരുന്നു. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല എന്ന് സങ്കീർത്തനം 14:3 പറയുന്നു. 1 യോഹന്നാൻ 1:8 നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. ജ്ഞാനിയായ ശലോമോനും സഭാപ്രസംഗി 7:20 പറയുന്നു, പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിൽ ഇല്ല. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് അനുതപിച്ചു. അതവന്റെ ഹൃദയത്തിന് ദുഃഖമായി എന്ന് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങളിൽ നിന്ന് നമുക്ക്
കാണാൻ സാധിക്കും. ഞാൻ എന്നേക്കും വാദിക്കയില്ല, എല്ലായ്പ്പോഴും കോപിക്കുകയുമില്ല. അല്ലെങ്കിൽ അവരുടെ ആത്മാവും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള ദേഹികളും എന്റെ മുമ്പിൽ നിന്ന് ക്ഷയിച്ചു പോകുമല്ലോ എന്ന് യഹോവ പറയുന്നതായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:16 നാം കാണുന്നു. താൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ദേഹികളുടെയും നാശം ഓർത്ത് ദൈവം ദുഃഖിക്കുന്നു. അതുകൊണ്ട് ദൈവം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ജീവിപ്പിക്കേണ്ടതിന് പാപമറിയാത്ത തന്റെ സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി അകൃത്യയാഗമായി ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചു. നമ്മുടെ സമാധാനം ഇല്ലാതാക്കുന്ന സകല രോഗങ്ങളെയും വേദനകളെയും പാപങ്ങളെയും ശാപങ്ങളെയും അവൻ വഹിച്ചു. 53-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. 5-ാം വാക്യത്തിൽ എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് അവൻ മുറിവേറ്റതും തകർന്നതും എല്ലാം. നമ്മുടെ ശാപങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ അവൻ മരത്തിന്മേൽ തൂങ്ങി നമുക്ക് വേണ്ടി ശാപമായി തീർന്നു എന്ന് ഗലാത്യർ 3:13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മുടെ പാപവും ശാപവും രോഗവും എല്ലാറ്റിൽ നിന്നും ഉള്ള നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇനി നാം ചെയ്യേണ്ടത് യേശു നമുക്ക് വലിയ വില കൊടുത്ത് വാങ്ങിത്തന്ന സൗജന്യമായ രക്ഷയെ അവനിൽ വിശ്വസിച്ചുകൊണ്ട് സ്വായത്തമാക്കുക എന്നുള്ളതാണ്. യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളിൽ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇതാണ് കോർ ഓഫ് ദ ബൈബിൾ ആൻഡ് കോർ ഓഫ് ദ ഗോസ്പൽ. നമുക്കൊരു രക്ഷ ഉണ്ടെന്നുള്ള പ്രത്യാശ. ഈ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ നമ്മെ ഏവരെയും ദൈവം തന്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിന്റെ കാൽവറി യാഗം കർത്താവെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും രക്ഷയ്ക്കും ഞങ്ങളുടെ അനുഗ്രഹത്തിനും ആക്കി തീർക്കണമേ. ഞങ്ങൾ ആ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി, ആ കുരിശിലെ സ്നേഹത്തേക്ക് നോക്കി ഞങ്ങളുടെ രക്ഷയെ പ്രാപിപ്പാൻ തക്കണം ഞങ്ങൾക്ക് ഏവർക്കും ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.